ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അഡാർ ഐറ്റാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തട്ടുകടയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഐറ്റാണ് കോഴിക്കാൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വേറെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം കഴിച്ചവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിടെ കഴിക്കാൻ പൂതിയാവുന്ന ഒരു ഐറ്റം എന്ന് പറയുന്ന കോഴിക്കാലായിരിക്കും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട്. അതാണെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം കോഴിയല്ല കേട്ടോ, കിഴങ്ങാണ്. അപ്പോൾ ആരെങ്കിലും എല്ലാം ചിന്തിച്ചിട്ടുണ്ടാവല്ലേ ഈ ഒരു പേര് കേട്ടിട്ട് ചിക്കൻ വെച്ചിട്ട് ഇതൊരു ചെയ്യുന്ന ഐറ്റാണെന്നുള്ളത്. പക്ഷേ ചിക്കൻ അല്ല കേട്ടോ, ഈ ഒരു ഐറ്റാണ് വേണ്ടത്, കിഴങ്ങ്. നമ്മളിതിന് മരക്കിഴങ്ങ് എന്ന് പറയും. ചിലവർ കപ്പ, പൂള, മരച്ചീനി അങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് കിഴങ്ങ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെയ്യുന്നത് പോലെ നേരിയതായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെ ഏലിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണേ. കാരണം ഓരോരുത്തർക്കും ഓരോ ഏലായിരിക്കുമല്ലോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്തെടുക്കുമല്ലോ നീളത്തിൽ, അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ അത്ര കട്ടി വേണ്ട. ഫ്രഞ്ച് ഫ്രൈസിന് കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത്ര കട്ടി വേണ്ട, കുറച്ചൊരു നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 600 ഗ്രാം അളവിലുണ്ട് കേട്ടോ, കറക്റ്റ് വെയിറ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ചുകൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കേങ്ങ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാം, ചിലത് നല്ല പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, മുറിഞ്ഞു പോകുന്ന ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ സൈസ് കുറച്ച് ചെറുതായി പോകുന്നേ ഉള്ളൂ കോഴിക്കാലിൻ്റെ വലുപ്പത്തിൽ, അല്ലാണ്ട് വേറെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു 8-9 എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ് കേട്ടോ, എരിവ് നോക്കിയിട്ട് എടുക്കുക. അത് ഇതുപോലെ തന്നെ വട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം, അത് ഈ ഒരു ഐറ്റത്തിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേണ്ടത് കുറച്ചധികം തന്നെ കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു 10 വലിയ അല്ലി വെളുത്തുള്ളികൾ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 15 വരെയൊക്കെ എടുത്തു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു കോഴിക്കാലിലേക്ക് വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒരുപാട് ചതച്ചെടുത്തിട്ടോ അങ്ങനെയൊന്നും ചേർക്കാൻ പാടില്ല. ഒന്ന് കുത്തിയെടുത്തിട്ട് മാത്രം. പിന്നെ ഇളം തൊലിയോടുകൂടി കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടുതലാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും കൂടാൻ പാടില്ല. ഒരല്പം നമ്മളൊരു പേരിന് ചേർക്കാന്നെല്ലാം പറയില്ല, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കാലിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മുടെ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി അങ്ങനത്തെ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളകൊക്കെ ഇട്ടതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഞാനിവിടെ 600 ഗ്രാം കിഴങ്ങ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയിട്ടുള്ള അളവാണ് 600 ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഞാൻ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പൊടിയാക്കിയിട്ട് ചേർക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കോഴിക്കാലിൽ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കായത്തിൻ്റെ പൗഡർ, കായപ്പൊടിയാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. ഏതാണോ കിട്ടുന്നത് അത് മതി. കായത്തിൻ്റെ പൊടി തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണായിട്ട് ചേർത്താൽ മതി, ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കുത്തൽ വരും, ടേസ്റ്റും ആകപ്പാടെ മാറിപ്പോവും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം മതി.
ഇനി നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളും കേങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കേങ്ങ് നമ്മൾ നേരിയതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഹറിബറിയായിട്ട് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി പൊട്ടിപ്പോവും. പിന്നെ ആ ഒരു കോഴിക്കാലിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പതുക്കനായി ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മാത്രം ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ കേങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വലുപ്പമുള്ള ബൗളിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എടുത്ത പോലെ എങ്കിലും നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല, നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ കയ്യിൽ മാത്രം ഇതുപോലെ എടുത്തിട്ട് കുടഞ്ഞായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, കിഴങ്ങ് പൊട്ടാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, എല്ലാം കൂടി യോജിച്ചിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കേങ്ങ് ഒന്ന് കയ്യിലെടുക്കുക. ഒന്ന് ഓർഡറിലൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാരി എടുക്കുക. എന്നിട്ട് നടുവേ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ്സായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കറക്റ്റ് പരിവെന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ പ്രസ്സായിട്ട് കിട്ടില്ല, വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിക്കത് വെള്ളം കൂടിപ്പോയാൽ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി കടലപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക കേട്ടോ വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കിട്ടണം. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്നും പൊട്ടിപ്പോവാതെ സെപ്പറേറ്റ് ആയി പോവാതെ രീതിയിൽ എണ്ണയിൽ ഇടാൻ പറ്റണം. ഇതാണ് കോഴിക്കാലിൻ്റെ പരിവെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പം കണ്ടില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അരക്കപ്പ് അളവ് പൊടിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേണേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ എന്തായാലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ നല്ലത് കേട്ടോ. അത്രക്ക് നമുക്ക് കേങ്ങിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 1 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കണേ. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ ആയതിന് ശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ നല്ലപോലെ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. ഓവർ ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ നമ്മളിത് ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ പുറം ഭാഗം കളറ് മാറി കരിഞ്ഞു പോകും. എന്നിട്ട് ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ നേരത്തെ കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഇതുപോലെ കുറച്ചെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് വലുപ്പം വേണം അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവേ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി സൈഡൊന്നും അങ്ങനെ ഒതുക്കി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അതിങ്ങനെ വേറിട്ട് നിൽക്കുക തന്നെ വേണം. മിഡിൽ ഭാഗം മാത്രം ഒന്ന് ഒട്ടി നിൽക്കണം. അപ്പോൾ ഞാൻ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലോയിലും കുറച്ചൊരു മുകളിലായിട്ട് വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേവാതെ പെട്ടെന്ന് തന്നെ അകപ്പാടെ കളറങ്ങ് മാറിയിട്ട് ഒരു കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ആയിപ്പോൾ. അതുകൊണ്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കേങ്ങ ആയതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എത്രത്തോളം മൊരിയിച്ചെടുക്കുന്ന അത്രത്തോളം ഇത് മൊരിഞ്ഞ് വരും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം കഴിക്കുമ്പം കാണാൻ ഉണ്ടാവും ഭയങ്കര ഒരായിരിക്കും, നമ്മൾ കടിക്കുമ്പം തന്നെ പല്ല് വേദന പോലെ മൊരിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ആക്കണ്ട കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണം, എന്നാൽ ഉള്ളൊക്കെ ഒരു ചെറിയൊരു സോഫ്റ്റും വേണം. ആ ഒരു രീതിക്ക് ആക്കിയിട്ട് എടുക്കണേ. നടുഭാഗമൊക്കെ ചെറിയൊരു സോഫ്റ്റായിട്ട് അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. അതാണ് ശരിക്കും കോഴിക്കാൽ കഴിക്കാൻ വേണ്ടി ടേസ്റ്റ്. പക്ഷേ സൈഡൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി പൊട്ടവുമാണ് ആ ഒരു രീതിക്ക്. അപ്പോൾ നമ്മുടെ ഒരു കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മൊത്തത്തിൽ ഇളക്കി തിരിച്ചും മറിച്ചൊന്നും ഇട്ടെടുക്കുന്ന അങ്ങനെ കാണിക്കുന്നില്ല, കാരണം വെറുതെ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളറിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയിലും ബാക്കിയുള്ളതും മൊത്തത്തിൽ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോഴിക്കാൽ മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഐറ്റം കഴിക്കാതെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട്
അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ആവി വറക്കുന്ന ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാം. നമുക്ക് ഇടയ്ക്കിടെ പൂതിയാവും കേട്ടോ ഇതൊരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് രുചിയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്